ഇതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് എത്രത്തോളം കൺവേ ആയിട്ടെന്ന് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ. ഫീൽ ഗുഡ് മൂവിയാണ് വിത്ത് എ മെസ്സേജ്. ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണ്. സംസാരിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ കണ്ടല്ലേ? ശരിയല്ലെങ്കിൽ നടക്കുന്നില്ലേ? ആരും കളിയാക്കാനൊന്നും അല്ല പറഞ്ഞത്, അത് സത്യമാണ്. ആദ്യമായിട്ടാണ് ഇത്രയും മുഴുനീളം വേഷം കിട്ടുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആസിഫ് അലിയുടെ കൂടെ തന്നെ 9ാമത്തെ പടമാണ്. അപ്പോൾ തുടക്കവും അത് തന്നെയായിരുന്നു. പ്രേക്ഷകരോടെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ കൈയടിക്കുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ സംസാരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയും. വരുന്ന തലമുറക്കും ഈഗോ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് ഇപ്പോൾ മാരി ചെയ്യാൻ പാടൊക്കെ കൊടുക്കുന്നൊരു മെസ്സേജും കൂടി ആയിരിക്കണം. എല്ലാവരും ഒരുമിച്ച് അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും, ആണും പെണ്ണും, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ആരും ബലി കൊടുക്കാതിരിക്കുക നല്ലതാണ്. അങ്ങനെ പറയാൻ പറ്റുമെന്നറിയാമല്ല. നല്ല അത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരു വൻ വിജയം എല്ലാ തരത്തിലും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളും പുരുഷൻ്റെ വാശം കേൾക്കാൻ കുറവായിരുന്നു ആൾക്കാർ. ഇപ്പോൾ അത് കേൾക്കാനും കൂടി ഈ സിനിമ വലിയൊരു ഹെൽപ്പായി. ആദ്യമായിട്ടാണ് ഇത്രയും മുഴുനീളം വേഷം കിട്ടുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആസിഫ് അലിയുടെ കൂടെ തന്നെ 9ാമത്തെ പടമാണ്. അപ്പോൾ തുടക്കവും അത് തന്നെയായിരുന്നു. അതിലേറ്റവും കൂടുതലൊരു ത്രൂ ഔട്ട് അമ്മ ക്യാരക്ടർ വരുന്നത്. ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റിയതിൽ. ആവേശം വന്നതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് ഇതായിരുന്നു. നമ്മളെയൊക്കെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളിലും അതിന് ഇൻസ്പയർഡായിട്ടാണ്. അത് സംസാരിക്കേണ്ട വിഷയം തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലേ, സംസാരിക്കേണ്ട വിഷയമാണ്. പടം ആൾക്കാർക്ക് വർക്ക് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിപ്പോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഷോ ആണ് കഴിഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ല, ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് 9 വരെയൊക്കെയുള്ള ഷോ ഇതായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളിടത്ത് 11 മണിക്കൊക്കെ തുടങ്ങിയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ സന്തോഷമുണ്ട്. പിന്നെ അത് പ്രതീക്ഷയുണ്ട്, നന്നായി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതെ, നിങ്ങൾ കണ്ടല്ലേ? ശരിയല്ലെങ്കിൽ നടക്കുന്നില്ലേ? ആരും കളിയാക്കാനൊന്നും അല്ല പറഞ്ഞത്, അത് സത്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയും നന്നായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ തന്നെയാണ് അവർ കേൾക്കേണ്ടത്. ഇനി കാണാനുള്ള പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി മൂഡിൽ കാണാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. പറയാത്തൊരു സബ്ജക്റ്റാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, പിന്നെ നല്ല എഡിറ്റിംഗ് ആണ്, നല്ല റീ റെക്കോർഡിംഗ് ആണ്, ഹ്യൂമറും ഉണ്ട് നന്നായിട്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, നല്ല ഒരു ഫാമിലി പടം, നല്ല ഫാമിലി പടമാണ്. ഫാമിലീസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതല്ല, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു മെസ്സേജുള്ള പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി കണ്ടതാണ് പടം, എന്നാലും വളരെ ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് മൂവിയാണ് വിത്ത് എ മെസ്സേജ്. ഒരു സോഷ്യൽ മെസ്സേജുള്ള സിനിമയാണ്. സംസാരിക്കേണ്ട വിഷയമാണ്. പിന്നെ ആസിഫിൻ്റെ ഒരു കംഫോർട്ട് ഏരിയയാണ്. ആസിഫ് വളരെ മനോഹരമായിട്ട് ചെയ്തു. ആസിഫ് മാത്രമല്ലല്ലോ, ഡയറക്ടർ പുതിയ ആളാണ്, നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമായിരുന്നു. എന്താ പറയുക, നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം അത് സത്യമായി. അത് ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിലും നമുക്ക് അനുകൂല വിധി കിട്ടിയേക്കും. അപ്പം സന്തോഷം. എല്ലാവരും കാണുക, എല്ലാവരിലേക്കും അറിയിക്കുക. താങ്ക് യു. ഇത് ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇങ്ങനെയുള്ള അല്ലെ, ഈ ടോപ്പിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് എത്രത്തോളം കൺവേ ആയിട്ടെന്ന് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ.